അമേരിക്കയുമായുള്ള പരോക്ഷ ആണവ ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിൽ പങ്കെടുക്കുവാൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഞായറാഴ്ച രാത്രി ജനീവയിലേക്ക് തിരിച്ചു. ചൊവ്വാഴ്ചയാണ് ചർച്ചകൾ നടക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുക. ഫെബ്രുവരി 6-ന് മസ്കറ്റിൽ നടന്ന ആദ്യഘട്ട ചർച്ചകളുടെ തുടർച്ചയാണിത്. സ്വിറ്റ്സർലൻഡ്, ഒമാൻ എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി വീണ്ടും നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ. തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുകയാണെങ്കിൽ ആണവ പദ്ധതികളിൽ ഇളവ് വരുത്താൻ തയ്യാറാണെന്ന് ഇറാൻ സൂചിപ്പിച്ചു. വിമാനയാനം, ഖനനം, എണ്ണ, വാതകം എന്നീ മേഖലകളിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഒരു കരാറാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യം. മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇറാൻ US ബന്ധത്തിലെ മഞ്ഞുരുകുമോ എന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നും ഈ ചർച്ചകളുടെ ഫലം വ്യക്തമാക്കും.